بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ. അൽ ബഖറയുടെ 116 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നെടുക്കുന്നത്. തഫ്സീറിൽ 234 പേജ് കണ്ടോ? എല്ലാവരും എടുത്തില്ലേ? തുടങ്ങല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. وقالوا اتخذ الله ولدا. ഇതാണ് തുടങ്ങുന്നത്. അവർ പറഞ്ഞു, ജൂതരും ക്രിസ്ത്യാനികളും, ഇത്തഖദല്ലാ, അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു, വലദൻ, ഒരു സന്താനത്തെ. ഇസ്ലാമേതര മതവിശ്വാസികളിലൊക്കെ കാണുന്ന അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളൊരു വിശ്വാസമാണ് അള്ളാഹ്ക്ക് മക്കളുണ്ടായിട്ടുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന അവിശ്വാസികളുടെ വാദം. ജൂതന്മാർ അദ്ദേഹം ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ സന്താനാണെന്ന് പറയുന്നു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ മോനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് അറേബ്യയിലെ മുശ്രിക്കുകൾ പറയുന്നു. ഏതൊക്കെ മതവിശ്വാസികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ സന്താനങ്ങളായിട്ട് പല ആളുകളെയും സങ്കല്പിച്ച് വിശ്വസിച്ച് വരുന്നുണ്ട്. ഇത് കേവലം ജൂതന്മാർക്കോ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കോ അറേബ്യൻ മുശ്രിക്കുകൾക്കോ മാത്രം ബാധകമല്ല.
തഫ്സീർ അന്നത്തെ കാലഘട്ടങ്ങളിലും ഇന്നത്തെ കാലഘട്ടങ്ങളിലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന വാദം വലിയ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഖുർആൻ കാണുന്നത്. ഈ സൂറത്തിൽ മാത്രമല്ല, പിന്നെ മറ്റു പല സൂറത്തുകളിലും, സൂറത്ത് മറിയമിൽ കാണാം, അംബിയയിൽ കാണാം, അതുപോലെ തന്നെ മറ്റു അൻആം സൂറത്തിൽ കാണാം. ഇവിടങ്ങളിലൊക്കെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ് ചെറിയൊരു തെറ്റൊന്നല്ല, ഒരുപാട് പിന്നെ ഒരു കളവുകളും ഒരുപാട് ഗുരുതരമായ വാദമായിട്ടാണ് അല്ലാഹു തആല ഈ ആയത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് വഖാലു, അവർ പറയുന്നു, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. സുബ്ഹാന, അവൻ പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് ഭയങ്കര കോപമുള്ള ഒരു വാർത്ത ഇവർ പറയുന്നുണ്ട്. ആ പറയുന്ന ആയത്തുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സൂറത്തു മറിയമിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗൗരവം പറയുന്നത്. വഖാലു ഇത്തഖദു റഹ്മാനു വലദ. സൂറത്തു മറിയമിലെ 88 മുതൽ 88 ആയത്ത്, 91 ആയത്ത്, 92 ഈ ആയത്തുകളിലൊക്കെ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നു അള്ളാഹ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ആ വാദത്തിൻ്റെ ഗൗരവവും അത് ആകാശം പൊട്ടിപ്പോകുമാർ അത്ര ഗൗരവമുള്ളൊരു വാക്കാണത്. അഥവാ യേശു ക്രിസ്തു, അതല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ മോനാണ് എന്ന് പറയുന്ന വാദത്തിൻ്റെ ഗൗരവം ആകാശഭൂമികളൊക്കെ കിലുങ്ങുന്ന, അതല്ലെങ്കിൽ തകിടം മറിയുന്നൊരു വാദമായിട്ട് അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആ വാദം അത് സ്ഥാപിക്കാനാണ് യേശുവിൻ്റെ ജന്മദിനമായിട്ട് എന്താഘോഷിക്കുന്നത്? ക്രിസ്മസ് ലോകത്ത് ആഘോഷിക്കുന്നത്. ഈ ഖുർആനിൻ്റെ ഈ ഗൗരവം പഠിച്ചിട്ട് വേണം ഇന്നത്തെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ചർച്ച. ക്രിസ്മസ് വേണോ, ക്രിസ്മസ് വേണ്ടേ, അതിൽ ആശംസ അർപ്പിക്കാൻ പറ്റുമോ പറ്റൂലേ, ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ, സ്റ്റാർ നമുക്ക് തൂക്കിയിടാൻ പറ്റുമോ പറ്റൂലേ, നമ്മൾ ഇവിടുന്ന് ചർച്ച തുടങ്ങുന്നത്. പക്ഷേ ഈ വാക്കിൻ്റെ ഗൗരവം അള്ളാഹ് പറയാം, ഇതിനേക്കാളപ്പുറത്ത് ഒരു ഗൗരവമുള്ള വാക്കില്ല. അവരത്ര വലിയ തോന്നിവാസമാണ് പറയുന്നത്. അള്ളാഹ്ക്ക് മോനുണ്ട്, സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്ന വാദം, അതിൽ ഇന്നയാളെ പ്രത്യേകമാക്കി എന്ന വാദം, അതുപോലെ തന്നെ ഒട്ടനവധി കളവുകൾ ഈ വാദത്തിൽ പിന്നെ അള്ളാഹ്ക്ക് ചേരാത്ത, അള്ളാഹിൻ്റെ സിഫത്തിന് ചേരാത്ത ഗൗരവപൂർവ്വമുള്ള വാദങ്ങളാണ് ഈ ആളുകളൊക്കെ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തുകൾ പറയുമ്പോഴൊക്കെ അള്ളാഹിൻ്റെ വഖാലു ഇത്തഖദു റഹ്മാനു, പരമകാരുണ്യകന് പിന്നെ സന്താനുണ്ട് എന്ന് അവർ വാദിക്കുന്നു. അള്ളാഹ് ഈ ഇത്രയും തോന്നിവാസം പറയുമ്പോഴൊക്കെ അള്ളാഹിനെ പറ്റി ഉപയോഗിക്കുന്ന സുബ്ഹാന, റഹ്മാൻ എന്നീ പദങ്ങൾ. അത് മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്തിനാണെന്നറിയോ? ഇത്രയും വലിയ തെറ്റുകൾ ഇവർ ചെയ്തിട്ടും അള്ളാഹ് അവരോട് എന്ത് കാണിക്കുന്നുണ്ട്? കരുണ കാണിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ശരിക്കു പറഞ്ഞാൽ അള്ളാഹു വ്യഭിചാരിയാണ് എന്നതാണ്. യേശു ക്രിസ്തു അള്ളാഹിൻ്റെ സന്താനാണ്, അള്ളാഹിൻ്റെ മോനാണ് യേശു ക്രിസ്തു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൻ്റെ മോനാണ്, അള്ളാഹുവിൻ്റെ കുട്ടിയാണ് എന്ന് വാദിക്കുന്നതിലൂടെ പരമകാരുണികനായ റബ്ബിൻ്റെ മേൽ വ്യഭിചാര ആരോപണമാണ് ശരിക്കും ക്രൈസ്തവർ നടത്തുന്നത്. എല്ലാ കൊല്ലങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഈ ആഘോഷങ്ങളിൽ പ്രത്യേകിച്ചും ഒരിക്കലും സുബ്ഹാന, അള്ളാഹ് പരിശുദ്ധനാണ്, അള്ളാഹു എന്തില്ല, അവൻ ഒരാളെയും ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായിട്ട് ജനിച്ചിട്ടുമില്ല, ആരെയും ആ നിലക്ക് മക്കളായി സ്വീകരിച്ചിട്ട് ജനിപ്പിച്ചിട്ടുമില്ല. പക്ഷെ അള്ളാഹ് പറയാണ് അർ-റഹ്മാനിൽ അവരിങ്ങനെ വാദിച്ചു. ആ വാദത്തിന് അള്ളാഹിൻ്റെ കരുണ സൂചിപ്പിക്കാൻ നമ്മൾ ഫാത്തിയൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. റബ്ബിനെ നിഷേധിക്കുന്നവരോടും അള്ളാഹ് കരുണ കാണിക്കും, റബ്ബിനെ അംഗീകരിക്കുന്നവരോടും അള്ളാഹ് എന്ത് ചെയ്യും? കരുണ കാണിക്കും. ആ കരുണയുള്ളത് കൊണ്ടാണ് ക്രൈസ്തവർക്ക് ഇങ്ങനെ ആഘോഷിക്കാനും ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാനും. ശബരിമലയിലേക്ക് സ്വാമിമാർ പോകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏർപ്പാടാണോ? ഒരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ല. ഈ കൊടിയ ശിർക്കും കൊടിയ അവിശ്വാസം പിന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർ സുഖമായിട്ട് പോയി വരുന്നത്? അള്ളാഹ് ആരായത് കൊണ്ടാണ്? റഹ്മാനായത് കൊണ്ടാണ്. ഖബറിങ്കിൽ പോയി പൂജിക്കുന്ന ആൾക്കാരുണ്ട്, ഖബറാടിയോട് പോയി പൂജ നടത്തുന്ന ആൾക്കാരുണ്ട്, കണക്കന്മാരടുത്തും ജ്യോത്സ്യന്മാരടുത്തും പോകുന്ന ആൾക്കാരുണ്ട്, ഇതിങ്ങനെ പിന്നെ ആ കുട്ടി ആഘോഷിച്ച് യാത്രകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. എന്തേ? അതൊന്നും അപകടത്തിൽപ്പെടാതെ പോയി തിരിച്ചെത്തുന്നത് അള്ളാഹു റഹ്മാനായത് കൊണ്ടാണ്. അതുപോലെ റബ്ബ് റഹ്മാനായത് കൊണ്ടാണ് അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്ന ആളുകളും ഇന്ന് ലോകത്ത് നിലനിൽക്കാനുള്ള കാരണം. അല്ലേ? 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ജൂതർ ഉസൈർ അള്ളാഹിൻ്റെ മോനാണെന്ന് പറയുന്നു, ക്രിസ്ത്യാനികൾ ഈസ അള്ളാഹിൻ്റെ മോനാണെന്ന് പറയുന്നു, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്നാരായിരുന്നു പറഞ്ഞത്? അറേബ്യയിലെ
മുശ്രിക്കുകൾ. അള്ളാഹ് അവരെ കളിയാക്കുന്നുണ്ട് ഒരു സൂറത്ത് സുഹ്റൂഫിലാണെന്ന് തോന്നുന്നു. പിന്നെ അള്ളാഹ് പറയുന്നുണ്ട്, മലക്കുകൾ അള്ളാഹിൻ്റെ സന്താനത്ത് അള്ളാഹിൻ്റെ പെൺകുട്ടികളെന്നൊക്കെ നിങ്ങൾ പറയും, പെൺകുട്ടികൾക്ക് റബ്ബിലേക്കൊരു സ്ഥാനം വെച്ച് നിങ്ങൾ പറയും. അതേ അറേബ്യൻ മുശ്രിക്കുകൾ തന്നെ ഒരു പെൺകുട്ടി ജനിച്ചാൽ എന്താ കാട്ടുന്നത്? അപമാനഭാരം കൊണ്ട് കുഴിച്ചു മൂടുകയും ചെയ്യും. ഇവിടെ പെൺകുട്ടി റബ്ബിലേക്ക് ചേർക്കുകയും ചെയ്യും, എത്ര സ്ഥാനമുള്ളത് പോലെ ചേർക്കും. ആ ഒരു സ്ഥാനം സ്വന്തം പിന്നെ രക്തത്തിലൊരു പെൺകുട്ടി പിറന്നാലോ അപമാനഭാരം കൊണ്ട് കുഴിച്ചു മൂടുകയും ചെയ്യും. അള്ളാഹു തആല ഇത് എടുത്തു പറയുന്നുണ്ട് ഖുർആനിൽ. ഇതാണ് അള്ളാഹ് പറയുന്നത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കദബനി ഇബ്നു ആദം, ആദമിൻ്റെ മക്കൾ എന്നെ കളവാക്കി, വലം യക്കുൽ ലഹു ദാലിക്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നെ തമാശ ആക്കാൻ പാടില്ലായിരുന്നു, എന്നെ കളിയാക്കാൻ പാടില്ലായിരുന്നു. വശത്തമനി വലം യക്കുൽ ലഹു ദാലിക്, ആദമിൻ്റെ മക്കൾ എന്നെ എന്നെ വല്ലാതെ എന്നോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറി. ആദമിൻ്റെ മക്കൾ, മനുഷ്യന്മാർ അള്ളാഹുവെ കളിയാക്കുന്നു, മനുഷ്യന്മാർ അള്ളാഹുവെ ചീത്ത പറയുന്നു. എന്നിട്ട് പിന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ആദമിൻ്റെ മക്കൾ മനുഷ്യർ അള്ളാഹിനെ കളിയാക്കുന്നത് അല്ലെങ്കിൽ തമാശയാക്കുന്നത്? ഫസഅം, അവൻ വാദിക്കുകയാണ്, അല്ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാൻ, ഈ ദുനിയാവിൽ അവനെ സൃഷ്ടിച്ചതുപോലെ ഇവൻ ഈ ദുനിയാവിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തേക്ക് അവനെ മടക്കി കൊണ്ടുവരാൻ പറ്റൂല എന്ന് അവനിങ്ങനെ പറയാണ്. ഇത് അള്ളാഹിനൊരു പരിഹസിക്കലാണ്, അള്ളാഹിനൊരു തമാശക്കലും കളിയാക്കല, അഥവാ അള്ളാഹുവിൻ്റെ നമ്മുടെ പരലോക വിശ്വാസത്തെ നിഷേധിക്കല. ആളുകളൊക്കെ പറയും, അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, പരലോകത്തെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇങ്ങനെ ജീവിച്ച് മണ്ണായി തീർന്നിട്ട് വീണ്ടും ഒരു ജീവൻ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെയാണ്. വേറെ ഓരോ ടീമിൻ്റെ വിശ്വാസം, നല്ലവരൊക്കെ നല്ല കോലത്തിലും ചീത്ത ആൾക്കാരൊക്കെ പന്നീൻ്റെ നായിൻ്റെ കോലത്തിലും അങ്ങനെ വരുന്നുള്ള ആൾക്കാർ വേറെ വിശ്വാസം. പക്ഷെ അല്ലാഹു തആല മരണത്തിന് ശേഷമുള്ള ജീവിതം ഉണ്ട് എന്ന് പറയാൻ ഏതാണ് ഉദാഹരണം പറഞ്ഞത്? ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന, നിങ്ങളെ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തിയവനാണ് ആര്? അല്ലാഹു തആല. വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തിയ ആ റബ്ബിന് നിങ്ങളെ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് എന്തില്ല? ഒരു പണിയുമില്ല. ആ വിരൽ തുമ്പിൻ്റെ പ്രത്യേകത ഇന്ന് പിന്നെ ഓരോ സിം കാർഡ് എടുക്കാനും ഭസ്മം വെക്കുന്ന നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പോഴും ഒരു മലയാളീനെ എയർപോർട്ടിൽ പിടിച്ചത് മുമ്പ് വേറെ പാസ്പോർട്ടിൽ വന്നു, ഇപ്പോൾ വേറെ പാസ്പോർട്ടിൽ വന്നു. എന്താ പിടിക്കാൻ കാരണം? ഫിംഗർ പ്രിൻ്റ് പിടിച്ചു. എവിടെയും തെളിവെന്താണ്? ഫിംഗർ പ്രിൻ്റ്. ഇതെന്താ? ലോകത്ത് എത്ര മനുഷ്യന്മാർ കോടിക്കണക്കിന് കഴിഞ്ഞുപോയി, ഇനി കോടിക്കണക്കിന് വരാനുമുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യൻ്റെ മുടി വ്യത്യാസമുണ്ട്, വിരൽത്തുമ്പ് വ്യത്യാസമുണ്ട്. ഈ വിരൽത്തുമ്പ് പിന്നെ പടച്ച റബ്ബിന് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ എന്ത് പണിയാണ് അല്ലേ? പിന്നെ ആളുകളുടെ ബുദ്ധിയോട് സംസാരിക്കുന്നുണ്ട് ഇസ്ലാം. ഒരിക്കലും രണ്ടാമത് ഉണ്ടാക്കാനാണോ പ്രശ്നം, ഒന്നാമത് ഉണ്ടാക്കാനാണോ പ്രശ്നം? ഒന്നാമത് അല്ലേ? ഒരു ന്യൂസ് പേപ്പർ നമ്മൾ സങ്കല്പിച്ച് നോക്കിയേ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒന്നാമത്തെ കോപ്പി ഇറങ്ങണമെങ്കിൽ അതിനാണ് ഏറ്റവും ടൈം എടുക്കുന്നത്. പേജ് എഡിറ്റിംഗ് നടത്തുന്നു, ഫോട്ടോസ് വെക്കേണ്ടതിൽ വെക്കുന്നു, ഒരുപാട് അധ്വാനമുണ്ട് ഒന്നാമത്തെ കോപ്പി ശരിയാക്കാൻ. ആ ഒന്നാമത്തെ കോപ്പി കൊണ്ട് ശരിയായാലോ പിന്നെ മിനിറ്റുകൾ കൊണ്ടാണ് ന്യൂസ് പേപ്പറിൻ്റെ കോപ്പികൾ ആയിരക്കണക്കിന് പുറത്തേക്ക് വരുന്നത് അല്ലേ? ഇത്ര സമയം കൊണ്ട് ഇത്ര ഫോട്ടോ കോപ്പി പുറത്തേക്ക് വരുന്ന മെഷീൻസൊക്കെ ഉണ്ട്, അത്രയുണ്ട്. അത് എന്തിനും ദുനിയാവ് തന്നെ സങ്കല്പിച്ചാൽ ഒന്നാമത്തെ ഉണ്ടാക്കലിനാണ് പണി. നിങ്ങളെ ഒന്നാമത് ഉണ്ടാക്കിയ റബ്ബിന് രണ്ടാമത് മരണത്തിന് ശേഷം പരലോകത്തേക്ക് കൊണ്ടുവരാൻ എന്തില്ല? ഒരു പണിയുമില്ല. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഖുദ്സിയായ ഹദീസ് പറയാം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്നെ കളിയാക്കിയത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല എന്നവന് പറയുന്നു. അതുപോലെ തന്നെ അമ്മ ശതമോ, എന്നെ ചീത്ത വിളിക്കുന്നത് അഥവാ എന്നോട് അവൻ വളരെ മോശമായി പെരുമാറിയത് എന്താണ്? പിന്നെ ഫഖൗലു, അവൻ്റെ വാക്കാണ് എന്നെക്കുറിച്ച് എന്ത്? ഫലി വലതുൻ, എനിക്കെന്തുണ്ട്? എനിക്ക് കുട്ടിയുണ്ട്, എനിക്ക് സന്താനുണ്ട് നീ മനുഷ്യന്മാർ പറഞ്ഞു. ഫസുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധനാണ്, ഞാൻ എനിക്കൊരു കൂട്ടുകാരനെയോ അതല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു കൂട്ടുകെട്ടോ ഒരു സന്താനത്തെയോ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല അല്ലേ? ഇതാണ് പിന്നെ പറയുന്നത്. നമ്മളും സൂറത്തു നിസാഇൽ പഠിച്ചതാണ്, ആലു ഇമ്രാനിൽ പഠിച്ചതാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹ് കമസലി ആദം. ഈസാ നബിയുടെ ഉദാഹരണം അള്ളാഹിൻ്റെ അടുക്കൽ എന്തുപോലെയാണ്? ആദമിൻ്റെ ഉദാഹരണം പോലെയാണ് അല്ലേ? ഉണ്ടാകാൻ പറഞ്ഞു, ആ നിലക്ക്
ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാദം വമ്പിച്ച അബദ്ധമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. സുബ്ഹാന, അവൻ മഹാപരിശുദ്ധനാണ്. ബല്ലഹു മാഫി ബല്ലഹു ബൽ, പക്ഷേ ലഹു അവനാണ് മാഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അവൻ്റെതാണ്. പിന്നെ എന്തിനാ അള്ളാഹ് പ്രത്യേക ഒരു സന്താനത്തെ സ്വീകരിക്കുന്നത്? കുല്ലുല്ലഹു ഖാനിത്തൂൻ, എല്ലാവരും അവന് കീഴൊതുങ്ങാണ്, എല്ലാവരും കീഴൊതുങ്ങാണ്. ഒരാളെ പ്രത്യേകമായിട്ട് സന്താനമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ആരാണ് ഈ റബ്ബ്? ബദീഉ സമാവാത്തി വൽ അർദ്. ബിദ്അത്ത് എന്നുള്ള പദം കേട്ടിട്ടില്ലേ? മുമ്പില്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നതിനാണ് എന്താ പറയുക? ബിദ്അത്ത് വെച്ചാൽ ദീനിൽ ഒരിക്കലും മാതൃകയില്ലാതെ പുതിയതായൊന്നും ഉണ്ടാക്കുക. ബദിഅ വെച്ചാൽ മുമ്പില്ലാത്ത മാതൃകയില്ലാതെ ഒന്ന് ഒരാൾ ഉണ്ടാക്കിയതിനെ കോപ്പി അടിക്കുകയല്ല, മുമ്പുള്ളൊരു മോഡൽ വെച്ച് ഉണ്ടാക്കുകയല്ല. ആ റബ്ബ് ബദിഉ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. ആര്? അല്ലാഹു തആല. ഫാത്തുർ എന്നൊക്കെ പറയൂല, അൽഹംദുലില്ലാഹില്ലദീ ഫാത്തുറ സമാവാത്തി വൽ അർദ്. ഖലഖ എന്ന് പറഞ്ഞാലും സൃഷ്ടിച്ചു എന്ന, ഫാത്തുറ സമാവാത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന ഫാത്തുറ സമാവാത്തി വൽ അർദ് എന്നതിൻ്റെയും അർത്ഥം എന്താ? ഖലഖ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കുന്നതിനൊക്കെ ഖലഖ എന്ന് പറയും. ഫാത്തുർ എന്ന് പറഞ്ഞാലും ഈ ബദിഅ എന്നൊക്കെ പറഞ്ഞാലും മുമ്പില്ലാത്ത ഒന്നിനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് എന്താ പറയുക? ഈ നിലക്കുള്ള പദങ്ങൾ ഉപയോഗിക്കുക. ബദീഉ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണ് അല്ലാഹു തആല. വ ഇദാ ഖളാ അംറൻ, അല്ലാഹു തആല അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു, അവൻ അതിനോട് പറയലാണ് കുൻ, നീ ഉണ്ടാക്. ഫയകൂൻ, അപ്പം അതുണ്ടാകും. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതുണ്ടാകുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അള്ളാഹു അത് ഉണ്ടായിരിക്കും. സൂറത്തു നഹ്ലിലെ 40-ാമത്തെ ആയത്തിലും കാണാം, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്തു യാസീൻ 82 ഈ ആയത്ത്, അവസാനത്തെ ഭാഗത്തുള്ള ആയത്ത്. അഥവാ അല്ലാഹു തആല അവൻ്റെ കാര്യം, അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനോട് ഉണ്ടാകുക എന്ന് പറയും, അതുണ്ടാകും. സൂറത്തു യാസീനിലെ 82-ാമത്തെ വചനമാണ്. ഇതാണ് ഈ റബ്ബിനെ കുറിച്ചാണ് അവരെന്ത് പറഞ്ഞു നടക്കുന്നത്? അല്ലാഹു തആല ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുമെന്ന് പറയുന്നത്. ഒരിക്കലും പറയാൻ പാടില്ല. ലോകത്തുള്ളത് മുഴുവനും ആ അള്ളാഹുവിന് കീഴൊതുങ്ങി സുജൂദ് ചെയ്ത് തസ്ബീഹുകളും തഹ്ലീലുകളും നടത്തി ജീവിക്കുന്നതാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സാന്ദർഭികമായി ഞാൻ തുടക്കം പറഞ്ഞ ആ ഭാഗം മനസ്സിലാക്കുക. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത്തരം വാദങ്ങളിൽ നിന്നുണ്ടാകുന്ന, അഥവാ ഈ യേശു ക്രിസ്തു അള്ളാൻ്റെ മോനാണ് എന്ന് പറഞ്ഞ്, അഥവാ അള്ളാഹ് വ്യഭിചാരിയാണ് നഊദു ബില്ലാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വർഷാവർഷം ആഘോഷിക്കുന്ന ആഘോഷത്തിന് പിന്നെ നമ്മൾ സ്റ്റാർ തൂക്കിയിടണോ? അവർ നമ്മൾ തിന്നാൻ പറ്റുമോ? അതുപോലെ തന്നെ അതിൽ നമ്മൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് അയക്കാൻ പറ്റുമോ? ആശംസകൾ നേരാൻ പറ്റുമോ? ഓരിങ്ങോട്ട് വരുന്നില്ലേ? ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ കാര്യങ്ങൾ വെച്ചിട്ട് വേണം ചർച്ച ചെയ്യാൻ. അവിടെ നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യമോ ദുനിയാവിലെ സാഹചര്യമോ ഒന്നുമല്ല. അള്ളാൻ്റെ മുമ്പിൽ ഇതെന്തായിരിക്കും? ഇത് കേവലം ക്രിസ്മസ് മാത്രമല്ല, ഏത് ആഘോഷമാകട്ടെ, മറ്റു മതവിഭാഗങ്ങളുടെ എന്താഘോഷമാകട്ടെ, മതപരമായി ക്രൈസ്തവർ നല്ലവരാണ്, ഹൈന്ദവർ നല്ലവരാണ്, വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവരോടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാം. പക്ഷേ ആ ബന്ധത്തിനപ്പുറത്തേക്ക് മതങ്ങളും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. വിശിഷ്യ ഇസ്ലാം സൃഷ്ടിപൂജയെ അംഗീകരിക്കുന്ന ഒരു മതവിഭാഗത്തോടും ഇസ്ലാം എന്തല്ല, സന്ധിയിലല്ല. സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വാദം മാത്രമാണ് ശരി. എല്ലാ മതങ്ങളും ശരിയെന്നല്ല, ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ. എല്ലാ മതങ്ങളിലും ശരിയുള്ളതുണ്ടായിരിക്കാം, പക്ഷെ എല്ലാ മതങ്ങളും ശരിയല്ല. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ. അത് അഭിമാനത്തെ പറയണ ആരും മുമ്പിൽ പേടിക്കാതെ തന്നെ എല്ലാവരുടെ സ്നേഹം കാണിക്കണം. എന്നാൽ ഒരു രംഗത്തും, ചികിത്സാ രംഗത്തായിക്കോട്ടെ, ആഘോഷ രംഗത്തായിക്കോട്ടെ, എവിടെയാകട്ടെ, മറ്റു മതവിഭാഗങ്ങൾ അഥവാ സൃഷ്ടിപൂജയെ അംഗീകരിക്കുന്ന മതവിഭാഗങ്ങളുടെ ഒരാചാരങ്ങളോ ആഘോഷങ്ങളോ അതിന് ആശംസ നേരാനോ അതിൽ പങ്കെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പാടില്ല, ഇസ്ലാം മത വിശ്വാസികൾക്ക് പാടില്ല. അത് ആ വ്യക്തികളോടുള്ള വെറുപ്പല്ല, ആ മതങ്ങളോട് നമ്മൾക്കുള്ള പ്രയാസമാണത്, സത്യമതം അല്ലാത്തത് കൊണ്ട്. ഇതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയോ അടുത്ത വചനം, വഖാലല്ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവരും പറയുന്നു. ഇതുവരെ പറഞ്ഞത് ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയുമാണ്. ഇനി അറിവില്ലാത്തവരും പറയുന്നു,
ലൗലാ യുകല്ലിമുനല്ലാ, അള്ളാഹ്ക്ക് എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചൂടാ? സാധാരണ ഒരു മനുഷ്യൻ്റെ അഭിപ്രായമാണത്. അള്ളാഹ്ക്ക് ഞങ്ങളോട് സംസാരിച്ചുകൂടെ? ഔ തഅ്തീന ആയ, അല്ലെങ്കിൽ അള്ളാഹു തആലക്ക് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ കൊണ്ടുവന്നൂടെ? അള്ളാഹ് പറയാണ് അതിന് മറുപടി. ഇത് അറിവില്ലാത്തവർ അള്ളാഹിനെ പറ്റി പറഞ്ഞതാ. ഉദ്ദേശിക്കുന്നത് അറേബ്യ മുശ്രിക്കീങ്ങളാ. അറേബ്യ മുശ്രിക്കീങ്ങളും ചോദിച്ചു, അള്ളാഹ്ക്ക് എന്തുകൊണ്ട് നമ്മളോട് ഡയറക്റ്റ് സംസാരിച്ചുകൂടാ? പിന്നെ അതുപോലെ തന്നെ അള്ളാഹ്ക്ക് സ്പെഷ്യൽ ആയത്തുകൾ എന്തുകൊണ്ട് കാണിച്ചു തന്നുകൂടാ? എന്താ എൻ്റെ മറുപടി? കദാലിക്, അപ്രകാരം ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. ആരായിരിക്കും അത്? ഈ ബനൂ ഇസ്രായേലിനെ ജൂതന്മാരനല്ലേ, അവർ പറഞ്ഞിരുന്നു. കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. മിസ്ല ഖൗലിഹിം, ഇതുപോലെ തന്നെ സെയിം വാക്കുകൾ, ഇതേ വാക്ക് പിന്നെ ചോദ്യങ്ങളും സംസാരങ്ങളും മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. തശാബഹത് ഖുലൂബുഹും, തശാബഹത് പരസ്പരം സാദൃശ്യമായിട്ടുണ്ട്. ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ. ഈ തശാബഹ് അറബിയിൽ അതിന് പറയാം തഫാഅൽ വസ്ൻ എന്നാ. പിന്നെ പിന്നെ പരസ്പരം എന്നുള്ളൊരർത്ഥം വരാൻ തഖാത്തിൽ വെച്ചാൽ പരസ്പരം കൊല്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും. അതോ ഇവരുടെ പിന്നെ അഭിപ്രായം ഓരും, ഓരുടെ അഭിപ്രായം ഇവരും, രണ്ടുപേരും ഈ വിഷയത്തിൽ സെയിമാ. മുൻകാലങ്ങളിൽ ചോദിച്ചതുപോലെ തന്നെയാണ് ഇവരും ചോദിക്കുന്നത്. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സാദൃശ്യപ്പെട്ടിട്ടുണ്ട്. ഖദ് ബയ്യന്നൽ ആയാത്ത്, തീർച്ചയായും നാം ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നാം വ്യക്തമാക്കി വിവരിച്ചിട്ടുണ്ട്. ലിഖൗമിൻ, ഒരു ജനതക്ക്, യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൽ ശരിക്കും ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് പിന്നെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നെ എമ്പാടും കൊടുത്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ സംസാരം ആവശ്യമൊന്നുമില്ല. മുമ്പും പല കൂട്ടരും പറഞ്ഞിരുന്നു, ഇസ്രായേലിൽ ഒരുപാട് പറഞ്ഞിരുന്നു, അള്ളാഹ്ക്ക് അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, പിന്നെ നമ്മളോട് സംസാരിച്ചൂടെ. പിന്നെ അറബി മുശ്രിക്കുകൾ വേറെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് പിന്നെ ഇതെന്ത് റസൂലിനെ പറ്റി പറയുന്നത് റസൂല നമ്മളെപ്പോലെ തന്നെ തിന്നുന്ന കുടിക്കുന്ന അങ്ങാടി കൂടെ നടക്കുന്ന റസൂലുള്ളാഹിനെ അംഗീകരിക്കാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ അറബി മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. ജഹിലിൻ്റെ അറിവില്ലാത്ത ആൾക്കാരും പറഞ്ഞിരുന്നു, അറിവ് കുറവുള്ള ആൾക്കാരും പറഞ്ഞിരുന്നു. ആ വാദത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. അള്ളാഹിൻ്റെ മറുപടി എന്നാൽ അള്ളാഹ് അങ്ങോട്ട് സംസാരിക്കാമെന്നല്ല. അവർ പറയുന്നു എന്താ അള്ളാഹ്ക്ക് നമ്മോട് സംസാരിച്ചൂടെ? എന്നാൽ അള്ളാഹിൻ്റെ ഉത്തരം എന്നാൽ അള്ളാഹ് സംസാരിക്കുന്നതാണോ? അല്ല, അള്ളാഹ് സംസാരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഉണ്ട് എന്നതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മക്കക്കാർക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏറ്റവും വലിയ അത്ഭുതം ഖുർആനാണ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഖുർആനാണ്. പിന്നെ എന്തൊക്കെ റസൂൽ പ്രവചിച്ചു? ഗുലിബത്തുർ റൂം അല്ലേ? റോം എന്താ? ഗുലിബത്തുർ റൂം എന്ന റോമൻ സാമ്രാജ്യം അതിജയിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലേ? ഒരുപാട് പ്രവചനങ്ങൾ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ദൃഷ്ടാന്തങ്ങൾ എമ്പാടും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തുകളും ഈ തെളിവുകളും തന്നെ മതി ഒരാൾക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടാകാൻ. നേരെ മറിച്ച് പിന്നെ നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞിരുന്നു, ക്രിസ്ത്യാനികൾ അതല്ലെങ്കിൽ ഇസ്രായേലിയർ ഈസാ നബിയോട് ഒരു മാഇദത്ത മിനസ്സമ അല്ലേ, മാഇദ പിന്നെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആകാശലോകത്തു നിന്നൊരു തളിക ഒന്ന് ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് തർക്കിക്കാൻ മാത്രമല്ല ഒരു മനസ്സിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അള്ളാഹിനോട് പറഞ്ഞിരുന്നു, എൻ്റെ ഒരു മനസ്സിന് സമാധാനത്തിന് വേണ്ടി എന്നുള്ള നിലക്കുള്ള ചോദ്യമല്ലേ ഇത് ഒരു പിന്നെ മറ്റ് സമുദായങ്ങളോട് സാദൃശ്യപ്പെടുന്ന രീതിയിൽ തർക്കിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള ഒരു ചോദ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ചോദിക്കുന്ന ആളുകളെ അള്ളാഹു തആല ആ നിലക്ക് ആക്ഷേപിക്കുകയല്ല, അവർ തിരുത്തുന്നുണ്ട്. അള്ളാഹുവിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ അള്ളാഹു ഈ കാണിച്ചു കൊടുക്കുന്ന എമ്പാടും ദൃഷ്ടാന്തങ്ങൾ തന്നെ മതി. നമ്മളും പിന്നെ ഈ കൂടെ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. നമ്മൾ എപ്പോഴും പറയലുണ്ട്, എന്താ അവർക്ക് വിശ്വാസം വരാത്തത്, എന്താ ഇവർക്ക് തോന്നാത്തത്, അള്ളാഹു സത്യമല്ലേ, ഇതൊക്കെ അവർ കാണുന്നില്ലേ, ഇതൊക്കെ കാണുന്നില്ലേ നമ്മൾ പറയും. പക്ഷെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുന്നില്ല, ഞാൻ ഇതൊക്കെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന മുസ്ലിമായിട്ട് എന്താ എൻ്റെ വിശ്വാസം ശരിയാകാത്തത്? ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്കറിയാം പരലോകത്ത് പടച്ചവൻ്റെ മുമ്പിൽ വരണം, അള്ളാഹിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും, എന്നിട്ടെന്താ ഞാൻ നന്നാകാത്തത് അല്ലേ? സ്വർഗമുണ്ട്, നരകമുണ്ട്, മറ്റാരെക്കാളും നമുക്കറിയാം നമ്മളെന്താ നന്നാകാത്തത്. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കും നമുക്കറിയാം. ഇന്ന് ഇസ്ലാഹി സെൻറ്റർ വിട്ടിട്ട് റൂമിലേക്ക് ആരൊക്കെ എത്തും, റൂമിലെത്തിക്കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോൾ ആരൊക്കെ എഴുന്നേൽക്കും,
നമ്മൾക്കറിയില്ല, അത്ര ഉറപ്പില്ല, എന്നിട്ടും നമ്മൾ നന്നാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ടീമിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് പൊതുവിൽ അറിവ് കുറവ്, നമ്മുടെയൊക്കെ അറിവ് കുറവിൻ്റെ ഒരു ആഴം കൊണ്ടുണ്ടാകുന്ന വിശ്വാസത്തിൽ വരുന്ന കുറവുകളായതൊക്കെ. ഈ കുറവുകൾ തീരെ വിശ്വാസമില്ലാത്ത ആളുകളാണ് വിശ്വസിക്കാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഈ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹ് അവരെ തിരുത്തുകയാണ്. അള്ളാഹു ഒറ്റൊന്ന് ചെയ്തിട്ടുണ്ട്, ഖദ് ബയ്യന്നൽ ആയാത്തി ലിഖൗമി യൂഖിനൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കാൻ മാത്രം ദൃഢമായ തെളിവുകൾ ലോകത്ത് അന്ന് മുതൽ ഇന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന തെളിവ് അള്ളാഹ് മാത്രമാണ് സത്യം എന്നതിന് എന്തുണ്ട്? അള്ളാഹ് ഇവിടെ എമ്പാടും ആയത്തുകളുണ്ട്. ഇത് ഏത് മനുഷ്യനും ബോധ്യപ്പെടാം. നമ്മൾ തന്നെ പിന്നെ നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ബോധമുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ വഴിയിലൂടെയും ഇസ്ലാമിനെ ആക്രമിക്കുമ്പോഴും നമ്മളെ മതത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ നമ്മൾ പേടിക്കണ്ടു. ലോകത്തേത് മതത്തിൻ്റെ മുമ്പിലും അതിജയിക്കുന്നത് ഈ ഇസ്ലാം തന്നെയായിരിക്കും. ആളുകളെ ശിക്ഷിക്കാം, പ്രയാസപ്പെടുത്താൻ, പ്രബോധനം നിർത്തിവെപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല തന്നെ. ലോകത്തുള്ള എല്ലാ ചെറ്റക്കുടിലുകളിലും ഈ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ സന്ദേശം കയറി ഇറങ്ങാതെ ലോകം അവസാനിക്കുന്നില്ല. അങ്ങനെ അതിനു മുമ്പ് എന്ത് ചെയ്യും? എല്ലായിടെയും ഇസ്ലാം എത്തും. ഇസ്ലാമിനെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയൂല. ഖുർആൻ ആക്ഷേപിക്കും തോറും ആളുകൾ ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കും തോറും ആളുകൾ റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാമിനെ മോശപ്പെടുത്തും തോറും ഇസ്ലാമിനെ ആളുകൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹിൻ്റെ ഹിക്മത്തായിരിക്കും ഇത്. പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് പരിശുദ്ധ ഖുർആൻ ലോകത്ത് പലരും മതഗ്രന്ഥങ്ങളായിട്ട് പലതിനെയും പരിചയപ്പെടുത്തുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇതാ ഒരു തിരുത്തലില്ലാതെ, ഒരു തെറ്റില്ലാതെ, ഒരു മാറ്റലില്ലാതെ, ഒരാൾക്കും തൊടാൻ കഴിയാത്ത രീതിയിൽ ഈ ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നു. ആരുടെ മുമ്പിൽ? മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമിയും, ഒരു ജോലി ഒന്നും അറിയാത്ത ഒരു പ്രദേശത്ത് എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത ഖുർആൻ ഇതാ ഒരു തെറ്റും കൂടാതെ ഇന്നും. ഇതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ പ്രത്യേകത. എന്നിട്ട് അള്ളാഹ് പറയുക, റസൂലേ, ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾ കേൾക്കും ദേവാരംഗത്ത്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, ഇന്ന അർസൽനാക്ക, തീർച്ചയായും നാം താങ്കളെ അയച്ചു, ബിൽ ഹഖി, സത്യം കൊണ്ട്, അഥവാ സത്യമായിട്ടും, ബഷീറൻ, എന്തിനയച്ചത്? സന്തോഷ വാർത്ത അറിയിക്കാനാണ് അയച്ചത്. വ നദീറൻ, താക്കീത് നൽകാനുമാണ് അയച്ചത്. അഥവാ തീർച്ചയായും താങ്കളെ ഈ സത്യവുമായിട്ട് നാം അയച്ചിരിക്കുന്നു. ബഷീറൻ വ നദീറൻ, രണ്ട് കാര്യത്തിനാണ് പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത്. ഒന്ന് ബഷീർ. എന്താ ബഷീർ? സന്തോഷം. എന്താ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗം. മാഷാ അല്ലാഹ്. നദീർ, മുന്നറിയിപ്പ്. എന്തായിരിക്കും? നരകം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കാനും നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും. ആദ്യം തന്നെ നരകത്തെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇവിടെ പോലും അള്ളാഹ് ആദ്യം എന്താ പറഞ്ഞത്? സ്വർഗമുണ്ട് അല്ലേ? ആദ്യം അള്ളാഹ് പറയാണ്, ബഷിർ ഇബാദി, പ്രവാചകരെ നിങ്ങൾ സന്തോഷം അറിയിക്കുക എൻ്റെ അടിമകൾക്ക്, അന്നി അനിൽ ഗഫൂർ റഹീം, ഞാൻ എല്ലാ തെറ്റും പൊറുക്കും. ആദ്യം ഇതാ അറിയിക്കേണ്ടത്. എന്നിട്ടാണ് അറിയിക്കുന്നത് എന്ത്? വ അന്ന അദാബി ലഷദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമാണ്. ആദ്യം അള്ളാഹ് എന്താ അറിയിക്കുന്നത്? പഠിച്ചോ പൂർത്തിയിരുന്ന ഒരാളായിട്ടാണ്. വയലുകളിലും പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ നരകം തന്നെ അല്ലേ, രക്ഷപ്പെടൂല. അങ്ങനെയല്ല, ഒരാളുടെ ക്ലാസ് കേട്ടാലോ അല്ലെങ്കിൽ ഉപദേശം കേട്ടാലോ എന്ത് കേട്ടാലോ ആളുകൾക്ക് എന്ത് കിട്ടണം? എനിക്കും സ്വർഗത്ത് പോകാമെന്നുള്ള പ്രതീക്ഷ കിട്ടണം. തെറ്റ് ചെയ്താൽ അത് ഗുരുതരമാണ്, നരകത്തിലേക്ക് എത്തും. എന്നാൽ അവസാനം അയാൾക്ക് എന്തും കിട്ടണം? അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തേരും, തൗബ സ്വീകരിക്കും എന്ന ബോധം കിട്ടിയിട്ട് വേണം ഒരാൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അല്ലേ. മറിച്ച് ഈ പിരിവുകാരും പിന്നെ വളവൂരുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ എല്ലാവരും നരകത്തിലായിരിക്കും. വക്കിലുണ്ടാകുക, ആ വളണ്ടൂരിയ സ്വർഗത്തിലായി അല്ലേ. ഈ ആടണ്ട് അറുത്ത് കൊടുത്താൽ, മൗലൂദിന് അറുത്ത് കൊടുത്താൽ അയാളും സ്വർഗത്തിലായി. ഈ നിലക്കാണ് ആളുകളെ പരിചയപ്പെടുത്തുക. അല്ല, അള്ളാഹുവിനെ നമ്മൾ ആ നിലക്കല്ല. നമ്മുടെ റബ്ബ് ഏറ്റവും കരുണയുണ്ട്.
ആ കരുണയുടെ റബ്ബിനെ കുറിച്ച് അറിയിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ആദ്യം എന്ത് തെറ്റും അല്ലാഹ് പുറത്തു തരും, ആർക്കും അല്ലാഹ് പുറത്തു കൊടുക്കും. 100 ആളെ കൊന്ന വ്യക്തിക്ക് അല്ലാഹ് പുറത്തു കൊടുത്തു. പിന്നെ ശരീരം വിറ്റ് ജീവിച്ച ഒരു ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അല്ലാഹ് സ്വർഗം കൊടുത്തു. അല്ലേ? ഏത് തെറ്റാണല്ല പുറത്തു കൊടുക്കാത്തത്, ഏത് തെറ്റാണല്ല പൊറുക്കാത്തത്? എന്ത് തെറ്റും, ഷിർക്കെന്ന തെറ്റ് പോലും തൗബയിലൂടെ അല്ല എന്ത് കൊടുക്കും? പുറത്തു കൊടുക്കും. മറ്റുള്ള തെറ്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സാധാരണ ചെയ്യുന്നൊരു തെറ്റ്, പിന്നെ നമ്മൾ വലിയ പാപങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പള്ളിയിലേക്കുള്ള നടത്തത്ത് തെറ്റ് പൊറുക്കപ്പെടുന്നു, രോഗിയെ കാണാൻ പോകുന്ന തെറ്റ് പൊറുക്കപ്പെടുന്നു, ഒരു ദീനിൻ്റെ മജ്ലിസിലിരിക്കുമ്പോൾ തെറ്റ് പൊറുക്കപ്പെടുന്നു, പള്ളിയിലിരിക്കുമ്പോൾ തെറ്റ് പുറത്തേറണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, ഒരു ഇൽമ് തേടി അറിവ് തേടിയുള്ള ഒരു യാത്രയിൽ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നു. എവിടെയാണ് അല്ലാഹു തആല നമ്മൾക്ക് തെറ്റ് പുറത്തേരാത്തത്? ഒരു പനി ബാധിച്ചോ, തലവേദന ബാധിച്ചോ, ഇനി കാലൊന്ന് കുത്തിപ്പോയോ, ചെറുതായിട്ടൊന്ന് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മുള്ള് ധരിച്ച വേദന ഉണ്ടെങ്കിൽ പോലും ചെയ്ത തെറ്റ് അല്ലാഹു എന്ത് ചെയ്തു തരും? പുറത്തു തരും. അത്ര കരുണയുള്ള റബ്ബ. ഒരാളെയും അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയല്ല. ഇത് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിങ്ങളോടുള്ള ഒരു ഉദാഹരണം ഈ തീയിലേക്ക് പാറിപ്പറക്കുന്ന പാറ്റകളെ തടുക്കുന്നൊരു മനുഷ്യനെ പോലെയാണ്. പാറ്റകളിങ്ങനെ തീയിലേക്ക് വരുമ്പോൾ ഒരാളതിനിങ്ങനെ തടുത്ത് മാറ്റുന്നുണ്ട്. അല്ലേ? നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെഴുകുതിരിയോ അല്ലെങ്കിൽ വിളക്കോ കത്തിച്ച് പഠിക്കുമ്പോൾ പാറ്റകളിങ്ങനെ നമ്മളിങ്ങനെ തടുക്കുമ്പോൾ പാറ്റകൾ എന്താ ചെയ്യുക? ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ വെളിച്ചത്തിലേക്ക് വരും, അവിടെ കരിഞ്ഞു പോകും. ഇതുപോലെ റസൂലുള്ളാഹി പറയുക, ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ച് മാറ്റുന്നുണ്ട്, അത് കാണല്ലേ, ഇത് ചെയ്യല്ലേ, ഇത് പറയല്ലേ, ഇത് കേൾക്കല്ലേ, ഇങ്ങനെ മാറ്റും. പക്ഷെ നിങ്ങളോ പാറ്റകളെപ്പോലെ കുതറി മാറിയിട്ട് ഈ തീയിലേക്ക് ഓടിച്ചാടുകയാണ്. നിങ്ങൾ നോക്കിയേ, അത്ര റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മൾക്ക് വേണ്ടി ആ നിലക്ക് ഉപദേശം നൽകുന്നുണ്ട്. അല്ലേ? നമ്മളെ കാണാൻ കാത്തു നിൽക്കുന്നു. ആയിഷ ബീവിയോട് പറഞ്ഞില്ലേ, എൻ്റെ സഹോദരങ്ങളാണവർ, ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണാൻ. ആരാ റസൂല് നിങ്ങളെ സഹോദരങ്ങളെ ചോദിച്ചപ്പോൾ മുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കാണാഞ്ഞിട്ട് പോലും എൻ്റെ ചര്യകളെ പിൻപറ്റുന്ന ആൾക്കാർ. അഥവാ നമ്മളെപ്പറ്റി പറയാണ്, എനിക്ക് ഓരോന്ന് കാണണം, എന്നെ കാണാതെ എൻ്റെ ചര്യകളെ പിൻപറ്റുന്ന ആ നമ്മൾക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ റസൂൽ അടികിട്ടിയത്. അള്ളാഹിൻ്റെ റസൂലിന് അടികിട്ടിയത്, അള്ളാഹിൻ്റെ റസൂലിനെ കഅബയിൽ കെട്ടിയിട്ട് മുശ്രിക്കീങ്ങളെ തല്ലിയത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിന് മലയിടുക്ക് പോയിട്ട് പിന്നെ ഈ പച്ചിലകൾ തിന്ന് പിന്നെ ഈ മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയിട്ട് അവിടെ നേറ് കിട്ടി കാലിൽ നിന്ന് രക്തം വരുന്ന രംഗം, അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി കട്ടിട്ടും മോഷ്ടിച്ചിട്ടൊന്നല്ല, നമുക്ക് വേണ്ടിയിട്ട്. അല്ലേ? പണ്ഡിതന്മാർ വലിയ അജലിക്, നിൻ്റെ കാരണം കൊണ്ട്, നിനക്ക് വേണ്ടിയിട്ട്, നീ ഭാവിയിൽ നിനക്ക് ഇസ്ലാം എത്താനും നിന്നിലേക്ക് എത്താനും അതിനു വേണ്ടിയിട്ടാണ് ബദറിൽ പല സഹാബികളൊക്കെ അല്ലേ അനുഭവങ്ങൾ പറയുന്നില്ലേ. ഒരു സഹാബി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലത്തെ തോളിൽ വെട്ടുകിട്ടി, ഈ തോളങ്ങൾ ഈ കയ്യങ്ങോട്ട് തൂങ്ങിക്കിടന്നു പോയി, വാളെടുത്ത കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ആ ഇടത്തെ കൈ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ വലത് കൈ ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ ആ സഹാബി കാലിൻ്റെ ചുവട്ടിലേക്ക് കൈ വെച്ചിട്ടുണ്ട് പറിച്ചങ്ങെടുത്ത്. എന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. എന്തിനാ ഈ യുദ്ധം? നമുക്ക് വേണ്ടിയിട്ട്. നമ്മളോ? നമുക്ക് വേണ്ടിയിട്ട് അവർ രക്തം ചിന്തി. നമ്മളെന്താ ചെയ്യുന്നത്? ആ റസൂലുള്ളാഹിൻ്റെ താടി എനിക്ക് വേണ്ട, ആ റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എനിക്ക് വേണ്ട, ആ റസൂലുള്ളാഹിൻ്റെ സംസ്കാരം എനിക്ക് വേണ്ട. എനിക്കെന്താ വേണ്ടത്? ഏതെങ്കിലും സ്പോർട്സുകാരൻ വെച്ച താടി മതിയായിരിക്കും, ഏതെങ്കിലും കാഫിറിൻ്റെ ഫോട്ടോയും പിക്ചറും ടീഷർട്ടിൻ്റെ മുമ്പിലും ബാക്കിലും വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് പോകും. നമ്മളതിൻ്റെ പേരില്ല. നമുക്ക് വേണ്ടി മുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇങ്ങനെ ഒരുപാട് വേദനിച്ചു. ആ ചര്യകളൊന്നും നമുക്ക് വേണ്ട. നമ്മൾക്കുള്ള പ്രൗഢ എന്താണ്? നമ്മൾക്കുള്ള ചിന്ത എന്താണ്? കാഫിരീങ്ങളെ കൊണ്ട് നമ്മൾ വലുതാകുക, ഇന്ന ആളുടെ ആളാന്ന് ഞാൻ പറഞ്ഞിട്ട് വലുതാകുക. മുത്ത് റസൂലുള്ളാഹിൻ്റെ ചര്യ പിൻപറ്റിയിട്ട് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മൾക്ക് ആർക്കും കഴിയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ സങ്കടം. അല്ലേ? ഈ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കാൻ റസൂലുള്ളാഹിനെ അയച്ചു. വനദീറൻ, ഒപ്പം നരകവും, കത്തിയാളുന്ന നരകവും. എല്ലാവർക്കും സ്വർഗം കിട്ടണം. അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്നാൽ 1999 ആളുകൾ സ്വർഗത്ത് പോകും, നരകത്ത് പോകുമ്പോഴാണ് ഒരാൾ എങ്ങോട്ടേക്കും അറിയുന്നത്? സ്വർഗത്തിലേക്ക് വീഴുന്നത്. എങ്ങനെയായിട്ടും എപ്പോഴും നമുക്ക് കൂലിയ, എന്തിനും കൂലിയ.
എന്നിട്ടും നരകത്തിലേക്കാണ് ആളുകൾ കൂടുതലും പോകുന്നത്. നരകം ഇങ്ങനെ നിറഞ്ഞു കൊണ്ടേയിരിക്കും. അള്ളാഹ് ചോദിക്കും ഹലിം തല എത്തി, നരകമേ നീ നിറഞ്ഞോ? നരകം പറയും വഹൽ മിൻ മസീദ്, ഇനി ഉണ്ടോ റബ്ബെ? നിറഞ്ഞു എന്നല്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? നരകം ചോദിക്കുക. അള്ളാഹിൻ്റെ കാലുകൊണ്ട് ആ നരകത്തിൽ ചവിട്ടി ഇനി മതി എന്ന് പറയുന്നത് വരെ നരകത്തെ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ രണ്ട് താക്കീതും നമ്മൾ ശക്തമായിട്ടും ഗൗരവത്തിലും മനസ്സിലാക്കിക്കോ. ഖൈറ് ചെയ്താൽ ആ സ്വർഗത്തിലെത്തും. നന്മ ചെയ്യാത്ത ഒരാളും സ്വർഗത്തിൽ കടക്കൂല. നന്മ ചെയ്യാത്ത ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്തൂല. തിന്മ ചെയ്ത ആളുകൾ നരകത്തിലേക്കെത്തും. ചെയ്ത തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷകൾ കഴിഞ്ഞിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. എന്നാൽ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ട് തൗബ ചെയ്യാതെ മരിക്കുകയോ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കാത്ത നിലയിൽ അവനെ മരണപ്പെടുകയോ മുശ്രിക്കായിക്കൊണ്ട് മരിച്ചാൽ ഒരു കാലത്തും നരകത്തിൽ നിന്ന് അവന് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഈ രണ്ട് സന്ദേശമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഭൂമി ലോകത്തെ മനുഷ്യരോട് ചെയ്തത്. വലാ തുസ് അൽ, റസൂലെ സങ്കടപ്പെടേണ്ട, താങ്കൾ ചോദിക്കപ്പെടുകയില്ല. അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിൻ്റെ ആൾക്കാരെ പറ്റി നിങ്ങളോട് ചോദിക്കൂല. പ്രബോധനം ചെയ്യുമ്പോൾ, ഇസ്ലാം ആളുകളെ പഠിപ്പിക്കുമ്പോൾ ഈ ഭാഗം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. വലാ തുസ് അലു അൻ അസ്ഹാബിൽ ജഹീം, നരകക്കാരെ പറ്റി നമ്മളോടല്ല ചോദിക്കൂല, അല്ലേ? നമ്മളോട് എന്താ അള്ളാഹ് പറഞ്ഞത്? ഫദക്കിർ, നീ ഉത്ബോധനം നടത്തിക്കോ. ഇന്നമ അന്ത മുദക്കിർ, നീ ഒരു ഉത്ബോധകം മാത്രം. നമ്മുടെ ബാധ്യത എന്താണ്? ഒരാളെ മുസ്ലിം ആക്കലാണോ? ഒരാളെ ഹിദായത്തിലാക്കലാണോ? ആരാ ഹിദായത്തിലാക്കുന്നത്? അള്ളാഹ്. ആരാ മുസ്ലിം ആക്കുന്നത്? അള്ളാഹ്. നമ്മുടെ ബാധ്യത എന്താ? എത്തിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മളോട് അള്ളാഹ് ചോദിക്കും, എത്തിച്ചോന്ന് ചോദിക്കും, മുസ്ലിം ആക്കിയോ ചോദിക്കൂല അള്ളാഹു തആല, അല്ലേ? ഇന്നമ അന്ത മുദക്കിർ, നീ ഒരു എത്തിക്കുന്നോ മാത്ര, താക്കീതുകാരൻ മാത്ര. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ എന്തില്ല? ബലം പിടിയില്ല. നിർബന്ധിച്ച് മസിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് ആക്കുക, തോക്ക് പിടിച്ച് ഇസ്ലാമിലേക്ക് ആക്കുക, അല്ലേ? ചെല്ലട കലിമ എന്ന് പറയുക. അല്ലെങ്കിലോ വേറെ ചിലർ ചെയ്യുന്നത് പോലെ ഈ അപ്പ കഷ്ണം കൊടുക്കുക, റൊട്ടി കഷ്ണം കൊടുക്കുക, നല്ല തേന് നിറച്ചിട്ട് ആ തേനിൻ്റെ ഉള്ളിൽ ഇസ്ലാം വെക്കുക, അല്ലേ? പഞ്ചാരേൻ്റെ ഉള്ളിൽ ഇസ്ലാം കയറ്റി വെക്കുക, അരിച്ചാക്കിനുള്ളിൽ ഇസ്ലാം കയറ്റി വെക്കുക. ഒരു നാട്ടിൽ പോയിട്ട് 3 കൊല്ലം ഇങ്ങനെ പഞ്ചാര കൊടുത്ത് അരി കൊടുത്ത് വെളിച്ചെണ്ണ കൊടുത്ത് ഒക്കെ കൊടുത്ത് 4-ാം കൊല്ലം തൗഹീദ് പറയാമെന്നറിയുക. ഇതിനൊന്നും ആവശ്യം എന്തിനില്ല? ഇസ്ലാമിനില്ല. ഇത് എത്തിച്ചു കൊടുക്കുക. ഈ സത്യം മനസ്സുള്ള ആളുകളുടെ മുമ്പിലേക്ക് അതും കയറിപ്പോകും, അല്ലേ? ഫദക്കിർ, നീ നന്നായി ഉത്ബോധനം നടത്തിക്കോ. ഹൃദയത്തിൽ അള്ളാഹിനെ പേടിയുള്ള ആളുകൾക്ക് അത് വല്ലാതെ എന്ത് ചെയ്യും? ഉപകരിക്കും. നമ്മൾ ഉത്ബോധനം നടത്തിയാൽ മതി. ഇത്രയേ ബാധ്യതയുള്ളൂ. ആ സമയത്ത് നരകക്കാരെ പറ്റി നമ്മളോട് ചോദിക്കൂല. മൂസാ നബിയോട് ഫിർഔൻ ചോദിച്ചു, നീ അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നു, ഈ വിശ്വാസം ഇല്ലാതെ മരിച്ചുപോയ ഫമാ ബാലുക്കുമായ മൂസ, നിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അവരുടെ അവസ്ഥ എന്താ? മൂസ, ആ ആൾക്കാരുടെ അവസ്ഥ എന്താ? മൂസാ നബി പറഞ്ഞു, ആ കാര്യം ആരുടെ അടുത്താണുള്ളത്? അള്ളാഹിൻ്റെ അടുത്താണുള്ളത്. നമ്മളോടും ചോദിക്കും. നാട്ടിലൊക്കെ ഇങ്ങനെ വയൽ കാണാം, ഒരു നല്ല തൗഹീദ് പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും ഒരു വയൽ വരുന്നത്. ആ വയലിൻ്റെ ആശ്ചര്യം നിങ്ങളറിയോ? ഈ മക്ബറയിൽ ഇത്ര ആൾ മരണപ്പെട്ടു, ഇത്രാമത്തെ കൊല്ലം മുതൽ ഇത്ര കൊല്ലം വരെ ആ മക്ബറയിൽ ഇത്ര ആൾ, ഈ മഹലിൽ ഇത്ര ആൾക്കാർ, ഇവരാരും ഈ വിശ്വാസക്കാരല്ല. മൗലൂദ് കഴിച്ചോരാ, ആണ്ട് കഴിച്ചോരാ, അത് ചെയ്തോരാ, ഇത് ചെയ്തോരാ, ഒക്കെ ഈ ആളുകളുടെ വാദപ്രകാരം ഈ മരിച്ചവരൊക്കെ എവിടെയാണെന്നാ? നരകത്തിൽ. ആ നാടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1-ാമത്തെ ഡോസായിരിക്കും ഇത്, അല്ലേ? നമ്മൾ ഈ തൗഹീദിൻ്റെ സന്ദേശം പറയുന്നു. സ്വാഭാവികമായും മുൻഗാമികളെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാർ ആരാണ്? ആരുടെ അടുത്താണുള്ളത്? അള്ളാഹിൻ്റെ അടുത്ത്. ഖുർആൻ്റെ അകത്ത് ഒരുപാട് ആയത്ത് പറഞ്ഞു. നമ്മൾ തന്നെ ചിലപ്പോൾ ഡൗട്ട് ചോദിക്കും, അവരെ കഥ എന്താ? ആദിവാസികളുടെ കഥ എന്താ? ഇവരവസ്ഥ എന്താ? അള്ളാഹിൻ്റെ ആയത്ത് ഖുർആൻ നമുക്ക് വ്യക്തമായ മറുപടിയുണ്ട്. നിങ്ങൾ സമ്പാദിച്ചത് കൊണ്ട് നിങ്ങൾ പോകും, അവർ സമ്പാദിച്ചത് കൊണ്ടോ അവരും പോകും. എന്നിട്ട് അള്ളാഹ് നമുക്കൊരു മറുപടിയും തരുന്നുണ്ട്. നീ ഒരിക്കലും ചോദിക്കപ്പെടുകയില്ല അവർ ചെയ്തതിനെപ്പറ്റി. നമുക്ക് നമ്മൾ തന്നെ ബേജാറാകുവാൻ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ബേജാർ ആരാൻ്റെ കാര്യത്തില്ല, ആ മറ്റുള്ളവൻ ചെയ്തതിൻ്റെ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല? ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഗൗരവമുള്ളൊരു വിഷയമാണ് വലൻ തർല അൻകൽ യഹൂദ് വലൻ നസ്വാറ. എല്ലാവരും നിർബന്ധമായും നമ്പറടക്കം മനപ്പാടാക്കേണ്ട ഒരു ആയത്താണത്. വലൻ തർല അൻകൽ യഹൂദു വലൻ നസ്വാറ. ജൂതരും ക്രിസ്ത്യാനികളും ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഈ ലെൻ എന്ന പദത്തിന് അങ്ങനത്തെ ഒരു അർത്ഥമുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ലെൻ എന്ന് വന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാകൂല. ജൂതനും ക്രിസ്ത്യാനികളും ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല.
ഹത്താ തത്തബിഅ മില്ലത്തഹും വലൻ തർള അൻക എന്നുണ്ടോ, നിന്നെപ്പറ്റി തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, നീ അവരുടെ മാർഗം പിന്തുടരുന്നത് വരെ. ഒരു മുസ്ലിം ജൂതനും ക്രിസ്ത്യാനിക്കും ഇഷ്ടമുള്ള ഒരാളാകുന്നത് വരെ ഒരിക്കലും ജൂതനും ക്രിസ്ത്യാനിക്കും നമ്മളോട് എന്തുണ്ടാകൂല, ഇഷ്ടം ഉണ്ടാകൂല. അങ്ങനെ ഇഷ്ടം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ അവരാളായി കഴിഞ്ഞു എന്നാ അല്ലേ, അവർ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു. അതുവരെ അവർക്ക് നമ്മളോട് വിദ്വേഷമായിരിക്കും. ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ലതത്തബിഅന്ന സനന മൻ കാന ഖബലക്കും, നിങ്ങൾ ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും മാർഗം പിന്തുടരുക തന്നെ ചെയ്യും. ഷിബിറം ബി ഷിബിരിം വദിറാഅം ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഈ ആയത്ത് പറയാണ്, അവരാകുന്നത് വരെ അവർ നമ്മളെ പറ്റി തൃപ്തിപ്പെടുകയില്ല. എന്നാൽ ഈ ഉമ്മത്ത് എന്തായിരിക്കും അവസാനം ആകുമ്പോഴത്തേക്ക്, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്തു ചെയ്യും, അവരെ പിന്തുടരും. എത്രത്തോളം പിന്തുടരും? ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ ജൂതം കയറിയാൽ, എന്താ ഉടുമ്പിൻ്റെ മാളത്തിൽ ജൂതം കയറുക, ഒരു ഉടുമ്പിന് കയറാൻ പറ്റുന്നതിന് മാളം നമുക്കറിയാലോ, അതിൻ്റെ അത് എത്ര പ്രയാസപ്പെടണം. അങ്ങനത്തെ ഒരു മാളത്തിൽ ജൂതം കയറിയാലോ ക്രിസ്ത്യാനി കയറിയാലോ ലദഖൽതുമു, നിങ്ങളെന്ത് ചെയ്യും, കയറും. അങ്ങനെ നിങ്ങളൊരു കയറ്റും. അങ്ങനത്തെ വലിയ അജണ്ടകൾ നടപ്പാക്കുന്ന ആളുകളാണ് ആര്, ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലേ. 80 കൊല്ലാണ് ലോകത്ത് ജൂതന്മാർക്കൊരു രാഷ്ട്രമില്ല. ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും അടിച്ചോടിക്കപ്പെട്ട ജൂതന്മാർ ഒരു മലയുടെ താഴ്വരയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു ഭൂമി കാണുന്നു. ആ ഭൂമിയിലേക്ക് അവർക്ക് കയറണം അല്ലേ. ആ ഭൂമി അവർ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത്, പിന്നെ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ പിന്നെ മൂസാ നബിയുടെ ജനത, ഇസ്രായേൽ ജനതയോട് അള്ളാഹ് ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞു, മൂസ ഞങ്ങൾ ആ ഫലസ്തീനിലേക്ക് കയറൂല, അവിടെ പോക്കിരികളായ ആൾക്കാരുണ്ട്, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു വാ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, കയറാം. ശിക്ഷ എന്നോണം 40 കൊല്ലക്കാലം തീ ഒരു മരുഭൂമിയിൽ അവർ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു അല്ലേ. അവരുടെ വാദപ്രകാരം അള്ളാഹ് ഞങ്ങളോട് എങ്ങോട്ട് കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഫലസ്തീനിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭൂമി ആരുടേതാണ്, ഞങ്ങളുടേതാണ് ആ ഭൂമി എന്ന നിലയിൽ ഈ താഴ്വരക്കിടയിൽ വെച്ച് ഇവർ ആ മണ്ണിനെ ലക്ഷ്യമിട്ടു. ആ മണ്ണിൽ ജനതയ്ക്കൊരു വിലയും കൊടുത്തില്ല. പിന്നെ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് 19 കൊല്ലം അവർ കണ്ടു. അതിനിടയ്ക്ക് അങ്ങോട്ട് കയറണം. പക്ഷേ 20 കൊല്ലത്തിനിടയ്ക്ക് അവരെങ്ങോട്ട് കയറിയിട്ടുണ്ട്, ഫലസ്തീനിൽ കയറിയിട്ടുണ്ട് അല്ലേ. മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ മാപ്പിളാരെ ബുദ്ധി എന്നറിയൂലേ, കണക്കില്ലാത്ത പൈസ ഭൂമി അങ്ങോട്ട് കൊടുത്തു. ഒരു ജൂതം വന്നു, അടുത്ത ജൂതം വന്നു, ഇഷ്ടംപോലെ പൈസക്ക് ഭൂമി വിൽക്കുകയാണ്. വന്നു അവിടുന്ന് വന്നു ഇവിടുന്ന് വന്ന് അവസാനം ആ നാടെന്തായി, അങ്ങോട്ട് പോയി അല്ലേ. ആ നിലക്ക് ജൂതന്മാർ ഇന്ന് നമ്മളെ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നു, സാമ്പത്തികം നിയന്ത്രിക്കുന്നു, മതവിശ്വാസം നിയന്ത്രിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു. അഥവാ അവരെക്കാളും വലിയ അമേരിക്കയെപ്പോലും ഈ ഇത്തിരി പൊടിയുള്ള ഈ ജൂതന്മാർ അമേരിക്കയുടെ സാമ്പത്തികം പോലും ഇവരെ നിയന്ത്രിക്കുന്നു, ഇവിടെ കൺട്രോൾ ഉണ്ടാകുന്നു എന്ന രീതിയിലേക്ക് ജൂതന്മാരെത്തി. എന്നിട്ട് ആ ജൂതന്മാരെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്, എത്രത്തോളം നിങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന താക്കീത് അല്ലേ. അഥവാ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഒരു ദിവസം 5 നേരം നിർബന്ധമായും 17 തവണ അല്ലാത്ത സുന്നത്തിൽ പിന്നെയും പഠിച്ചോനെ ജൂതൻ്റെ മാർഗത്തിൽ ചേർക്കല്ലേ റബ്ബേ, വലദ്വാലീൻ പിഴച്ചുപോയ ക്രിസ്ത്യാനിൻ്റെ മാർഗത്തിലും ചേർക്കല്ലേ റബ്ബേ. നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹ് പറയുക, നിങ്ങൾ ഓരോടാകുന്നത് വരെ ഒരിക്കലും നിങ്ങളോട് തൃപ്തിയില്ല. പക്ഷെ നമ്മൾ അറിയാതെ ആയിപ്പോയിട്ടുണ്ട്. അവിടെ എല്ലാ കൾച്ചറും നമ്മൾ കടെടുക്കുന്നുണ്ട്, എല്ലാ സ്വഭാവങ്ങളും നമ്മൾ കടെടുക്കുന്നുണ്ട്. ഈ ബർത്ത്ഡേ ആഘോഷം നമ്മൾ തർക്കിക്കുന്നു, ആരാ ലോകത്ത് കൊണ്ടുവന്നത്? ഫഇന്നമിൻ സുനനിൽ യഹൂദ്, അതാരുടെ സമ്പ്രദായമാണ്? യഹൂദികളുടെ സമ്പ്രദായമാണ്. ബർത്ത്ഡേ ആഘോഷിക്കൽ ജൂതൻ്റെ സമ്പ്രദായ അല്ലേ. ജൂതരെ ക്രിസ്ത്യാനികളെല്ലാം നശിപ്പിക്കട്ടെ. അവരാണ് അമ്പിയാക്കൾ മരിച്ചുപോയാൽ ആ ഖബറുകളെ കെട്ടിപ്പൊന്തിച്ച് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ജൂതർ അമ്പിയാക്കളുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട് അല്ലേ. ജൂതന്മാരിലല്ലേ ഏറ്റവും കൂടുതൽ അള്ളാഹ് അമ്പിയാക്കളെ അയച്ചു കൊടുത്തത് അല്ലേ. മൂസാ നബി മുതൽ അതിങ്ങനെ വന്നു ഈസാ നബി വരെ ഇസ്രായേലിയരിൽ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അല്ലേ. അത്രയും ഖബറുകൾ പിന്നെ ഈ കെട്ടിപ്പൊന്തിച്ചുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ലോകത്ത് ജൂതന്മാർ തുടങ്ങി വെച്ചു. ഇന്നത് മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നു, ഷിയാക്കൾ ഏറ്റെടുത്തു, മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നു, മുസ്ലിങ്ങളെന്ന് പറയുന്ന ആളുകൾ ഏറ്റെടുക്കുന്നു അല്ലേ. സ്വഭാവങ്ങളില്ലേ, സംസാരങ്ങളില്ലേ, പിന്നെ സാമ്പത്തിക രംഗത്തില്ലേ, പലിശ. ജൂതന്മാർ അന്നും ഇന്നും എപ്പോഴും
പലിശ ജൂതന്മാരുടെ ഒരു കാര്യമാണ്. ആ പലിശ ആളുകൾ ഏറ്റെടുക്കുന്നു. സിഹറുമായി ബന്ധപ്പെട്ട കാര്യം ജൂതന്മാർ അന്നും ഇന്നും ഒഴിവാക്കാത്തൊരു വിഷയമാണ് സിഹർ. ജൂതന്മാരുടെ ആ വിശ്വാസം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, പരസ്പരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ടാണ് റസൂൽ അള്ളാഹ് പറഞ്ഞത് എന്ത്? ജൂതൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മാർഗത്തിൽ നിങ്ങൾ ചേരുന്നത് വരെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല. അവർ നമ്മളോട് ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ എന്താണ്? അതിലേക്ക് ലയിപ്പിക്കണം നമ്മളെ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു മതരംഗത്തും നമുക്കൊരു വിശ്വാസം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാ. ഞാൻ എന്തുകൊണ്ടാണ് റോഡിൽ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന ഒരാൾക്ക് രക്തം വരുന്ന സമയത്തും വെള്ളം കൊടുത്ത് കലിമ ചൊല്ലി അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നത്? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടെന്നല്ല. ഞാൻ ഇത് എന്ത് ഹെൽപ്പ് ഒരാൾ ചെയ്യുകയാണെങ്കിലും എന്ത് നന്മ ചെയ്താലും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്. നമുക്ക് അഭിമാനത്തിൽ അങ്ങനെ പറയാൻ പറ്റണം. ആ പറയുന്ന ഈമാനുള്ള ആൾക്കാരെ ലോകത്തൊരാൾക്കും പിടിക്കാൻ പറ്റൂല. ഇന്ന് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊന്നും നമ്മളെപ്പറ്റിയൊന്നും പേടിയില്ലാത്തത് അവർ നമ്മളെ പരീക്ഷിച്ച് കഴിഞ്ഞതാ. ഇതൊന്നുമില്ല. ബഹിഷ്കരിച്ച 2 ദിവസം ബഹിഷ്കരിക്കും. ഇപ്പോൾ ഇന്ന് മീഡിയകൾ ഏറ്റവും വലിയ ആയുധമാക്കി അവർ മാറ്റുകയും ചെയ്തു. മുസ്ലിങ്ങളെ തന്നെ ശത്രുവാക്കി മാറ്റി. മുസ്ലിങ്ങളുടെ വാക്കുകളായിട്ട് പുറം ലോകത്ത് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലൊക്കെ വരുന്ന വാർത്ത ശരിക്കും ഇസ്ലാം മതത്തിനെ അങ്ങേയറ്റം പഠിച്ച ആൾക്കാരുടെ അഭിപ്രായമല്ല, മറിച്ചു അവർക്ക് ചില ആൾക്കാരെ ആവശ്യമുണ്ട്. ആ ആൾക്കാരുടെ അഭിപ്രായമാണ് ലോകത്ത് കേൾപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് അവരങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അവർ ഷീറ്റ് കൊടുത്ത് അത് വായിപ്പിക്കുകയാണ്. ഈ നിലക്കാണ് ചെയ്യുന്നത്. അതാണ് ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും തന്ത്രങ്ങൾ. അവരിലേക്ക് പിൻപറ്റുന്നത് വരെ അവർ താങ്കളെ കുറിച്ച് തൃപ്തിപ്പെടുകയില്ല. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്ന ഹുദല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്, ഹുവൽ ഹുദ, അതാണ് ശരിക്കും സന്മാർഗദർശനം. അള്ളാഹിൻ്റെ പാത മാത്രം മതി നമ്മൾക്ക്. വേറെ ഒരാളും ഇസ്ലാമിന് എന്ത് ചെയ്യണ്ട? പഠിപ്പിക്കേണ്ട. വല ഇനിത്തബഅത അഹ്വാഅഹും, നീയെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, നിനക്ക് കൃത്യമായ അറിവ് കിട്ടിയതിന് ശേഷം എന്നിട്ട് നീ അവരുടെ പിന്നാലെ പോയി അവരെ പിൻപറ്റിയാൽ, മാലക മിനല്ലാഹ്, നിനക്ക് അള്ളാഹുവിൽ നിന്നുണ്ടാകില്ല, മിൻ വലിയൻ, ഒരു രക്ഷകനും, വലാ നസീർ, ഒരു സഹായം ഉണ്ടാകൂല. അള്ളാഹ് പറയാ, ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെയും സമൂഹത്തിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജൂതൻ്റെ അച്ചാരം നിന്നിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടല്ലേ, പറയുന്ന ആൾക്കാരുണ്ടല്ലേ, അതിനുവേണ്ടി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലേ, അല്ലേ? ആ ആൾക്കാരൊക്കെ പഠിച്ചു വെച്ചോ, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ടാകുക. നമ്മൾ എന്ത് വിഷയം വരുമ്പോൾ ഈ നിലപാട് നമുക്ക് ഉണ്ടാകണം കേട്ടോ. ആളുകൾക്ക് ഇന്നത്തെ പിന്നെ ബഹുമതങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊക്കെ പോകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ പറയിപ്പിക്കും. മുസ്ലിം ഇസ്ലാമിക ഐഡൻറ്റിറ്റി ഒഴിവാക്കിക്കൊണ്ട് എവിടെയും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചത് ജൂതന്മാർക്കിടയിലാണ്, മുശ്രിക്കീങ്ങൾക്കിടയിലാണ്, മതമില്ലെന്ന് പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ. ഇതുപോലെ തന്നെ എല്ലാ സമൂഹങ്ങളിലും കാഫിര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കൾക്കും ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഠിനമായ പരീക്ഷണം ശത്രുക്കൾ അമ്പിയാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നതും നമുക്ക് മാത്രമൊന്നല്ല. ഇനി നമ്മൾ വിചാരിക്കുകയും വേണ്ട, അഹസിബന്നാസ് അൻ യത്റുകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ കേവലം ഒരു മുസ്ലിമായിട്ട് ഒരു പരീക്ഷണം അനുഭവിക്കാതെ നേരെ കണ്ട് സ്വർഗത്തിൽ കടക്കാൻ? നന്നായി പരീക്ഷിക്കപ്പെടും, എന്നിട്ടേ സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണ് യാസിർ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് പ്രയാസപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറയേണ്ടി വന്നു, യാസിർ കുടുംബമേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ക്ഷമിക്കുക, സ്വർഗമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ ഒരു ജനതയുണ്ട്. ആ ആളുകളൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു പരീക്ഷണവും കേൾക്കാതെ ഇങ്ങനെ ഞെളിഞ്ഞിട്ട് 5 നേരം നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഉപ്പായം ധരിച്ച് നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇല്ല. പരീക്ഷണങ്ങളൊക്കെ എമ്പാടും വരും. ആ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയൊന്നും വേണ്ട. ഇസ്ലാം അവിടെ പ്രശ്നമാണ്, അതിന് കുറച്ചാൽ പോരെ. ഇവിടെ ഓർക്ക് അങ്ങനെ വേണമെങ്കിൽ അവിടെ വേണ്ടല്ലോ, അല്ലേ? അവിടെ തട്ടയിടാൻ പാടില്ല സ്കൂളിൽ ഒരു പെൺകുട്ടി, അതിനിപ്പോൾ എന്താ ഒരു മണിക്കൂറുണ്ട്, ഒരു പരീക്ഷ ചെയ്യുന്ന 2 മണിക്കൂർ തട്ടാണ്ട് ഊരി എന്താ നമ്മളെന്നോട് പറയും, അല്ലേ? ക്രൈസ്തവരോ ഒരു പരീക്ഷ ചെയ്താൽ പുറത്തേക്ക് മാറിയിരിക്കുകയും ചെയ്യും. നമ്മളോ മാപ്പിള മാനേജ്മെൻറ്റ് സ്കൂളിൽ പോലും നമുക്കിത് നടപ്പാക്കാൻ പറ്റുന്നില്ല, അല്ലേ? മാപ്പിള മാനേജ്മെൻറ്റ് സ്കൂളിൽ പോലും പർദ്ദയിട്ട ആളുകൾ ബിഎഡിന് പോകുമ്പോൾ ചൊറിച്ചലാണ്, അല്ലേ?
OBC ആനുകൂല്യം പറ്റിയിട്ട് മാപ്പിളേൻ്റെ മുസ്ലിമിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടായിരിക്കും സ്ഥാപനം അവിടെ ഉണ്ടായത്. എന്നാലും അവിടെയും നമ്മൾക്ക് എന്ത് പറ്റൂല, ഇസ്ലാമിക ഐഡൻറ്റിറ്റി എവിടെയും പറ്റുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. ഈ താല്പര്യപ്രകാരം നമ്മൾ അവരോട് ചായ്വ് കാണിച്ചാൽ പിന്നെ അള്ളാൻ്റെ ഒരു സഹായം നമുക്കുണ്ടാകും. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത്, അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ്. അല്ലദീന ഒരു വിഭാഗം ആളുകൾ, അഥവാ ഒരു കൂട്ടർ, ആത്തൈനാഹും നാം അവർക്ക് നൽകിയിട്ടുണ്ട്, അൽ കിതാബ ഈ വേദഗ്രന്ഥത്തെ, യത്ലൂനഹു അവരതിനെ തലായത്തിലു പാരായണം ചെയ്യുക, യത്ലൂന അവരതിനെ പാരായണം ചെയ്യുന്നു, ഹഖ്ഖ തിലാവത്തി അതിനെ ഓതേണ്ട അതേ അവസ്ഥയിൽ തന്നെ, ഉലായിക യുഅ്മിനൂന ബിഹി അവരതിൽ വിശ്വസിക്കുകയാണ്, അഥവാ അവരതിൽ വിശ്വസിക്കുന്ന രീതിയിൽ അതിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്നു, അവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വമൻ യക്ഫുർ ബിഹി ആര് ആ വേദഗ്രന്ഥത്തെ അവിശ്വസിക്കുന്നുവോ ഫഉലായിക ഹുമുൽ ഖാസിറൂൻ അവർ നഷ്ടക്കാരാണ്. ദുനിയാവത്തെ ഏതെങ്കിലും കച്ചവടത്തിലെ നഷ്ടമല്ല, ആഖിറത്തിൽ എന്തായിരിക്കും അവർക്ക് കിട്ടുക? നരകം, സ്വർഗമായിരിക്കും നഷ്ടപ്പെടുന്നത്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിനെ നന്നായിട്ട് പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം പഠിച്ച് അത് മനസ്സിലുറപ്പിച്ച് ആ വേദഗ്രന്ഥത്തെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന ആളുകൾ, ജീവിതത്തിൻ്റെ ഒരു ഗൈഡായിട്ട് വേദഗ്രന്ഥത്തെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. അവർക്ക് നഷ്ടമില്ല, ലാഭമാണ്, അഥവാ സ്വർഗമാണ്. ആ ഖുർആനിൽ ആ വേദഗ്രന്ഥത്തിൽ ആര് അവിശ്വസിക്കുന്നുവോ അവർക്കാണ് നരകം. ആ ആളുകളാണ് സ്വർഗം നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ. ദുനിയാവത്തെ ഒരു നഷ്ടത്തെക്കുറിച്ചല്ല ഇവിടെ അല്ലാഹു തആല ഖാസിറൂൻ എന്നുപയോഗിച്ചത്. പരലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗമാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചോ, ജൂതൻ്റെയോ ക്രിസ്ത്യാനിയുടെ ഒരു മാർഗത്തിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമുക്കൊരു പാത മുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ പാതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സഹാബികൾ പറഞ്ഞില്ലേ, ഞങ്ങളെ കളിയാക്കി മുശ്രിക്കീങ്ങൾ മൂത്രയിക്കുമ്പോൾ പിന്നെ എങ്ങനെ ശുദ്ധിയാക്കണം എന്ന് വരെ നിങ്ങളെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വെച്ചപ്പോൾ അവർ അഭിമാനത്തെപ്പറ അതുവരെ ഞങ്ങളെ പഠിപ്പിച്ചു. വെള്ളമില്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ശുദ്ധിയാക്കാം? കല്ലുകൊണ്ട്. അത് ഇത്ര എണ്ണം. ഏത് മത ഇതൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ? എല്ലാം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തീ അണച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കണം, പാത്രങ്ങൾ മൂടി വെക്കണം. അത് വെള്ളം ഉള്ള പാത്രമാകട്ടെ വെള്ളമില്ലാത്ത പാത്രമാകട്ടെ അടച്ചു വെച്ചുകൊണ്ട് പിന്നെ ഉറങ്ങാൻ കിടക്കണം. വൃത്തിയുടെ വിഷയം അങ്ങനെ, പെരുമാറ്റങ്ങൾ അങ്ങനെ, അഖീദയുടെ വിഷയം അങ്ങനെ അല്ലേ? എല്ലാ ദീനും നമ്മുടെ മതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങൾ, സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ, ഇടപാടുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണമായി പഠിപ്പിച്ചു. ഒരു കാര്യം പോലും ലോകത്തൊരാൾക്ക് പോലും ഇതും കൂടെ ഇസ്ലാമിലേക്ക് വേണം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ മതം ഇന്നത് ഒഴിവാക്കണമായിരുന്നു എന്നില്ല. ലോകത്ത് എന്ത് തന്നെ ഇസ്ലാമിക ശിക്ഷയെക്കുറിച്ച് ആളുകൾ പലതും പറയുമ്പോഴും ചില തെറ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ആദ്യം പറയുക സൗദി അറേബ്യത്തെ ശിക്ഷ നടപ്പാക്കണം, എന്നാലേ തെറ്റ് കുറയൂ. എന്തുകൊണ്ടാണ്? ചിലപ്പം തോന്നിപ്പോവും അല്ലേ, ഇസ്ലാമിക് ഈ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ അത്ര ആ നിലക്കുള്ള തെറ്റുകളില്ല. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ പോലീസുകാർ ബാക്കെന്നെ ഓടിയിട്ടൊന്നുമില്ല. ഇസ്ലാമിൽ ഇന്നൊരു നിയമമുണ്ട്. ആ നിയമത്തെ പേടിച്ചിട്ട് ആളുകൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലേ? ആ സമയത്തായിരിക്കും ചില മാപ്പിള പറയുക അതൊരു കാടൻ നിയമമായിപ്പോയി, അതൊരു ക്രൂര നിയമമായിപ്പോയി, അങ്ങനെ വേണ്ടായിരുന്നു. അല്ല, ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളാകട്ടെ, ഇസ്ലാമിലെ സിവിൽ ക്രിമിനൽ ഏത് നിയമങ്ങളാകട്ടെ, ഇസ്ലാമിലെ ഇടപാടുകൾ എന്താകട്ടെ, എല്ലാ രംഗത്തും നമ്മൾക്ക് മാതൃകയുണ്ട്. നമ്മളത് ഫോളോ ചെയ്ത് ജീവിച്ചാൽ മതി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മരണപ്പെട്ട ആളുകളുടെ സ്വത്ത് എപ്പോൾ ഓഹരി വെക്കണം, കടം തീർത്തിട്ട് വസിയത്ത് കൊടുത്തിട്ട് മാറ്റി വെക്കേണ്ടത്, പിന്നെ അയാളുടെ ചെലവുകൾ കഴിച്ചിട്ട് കടം കഴിച്ചിട്ട് ആ സ്വത്ത് ഓഹരി വെക്കുന്നത് പോലും. ഒരാൾ മരിച്ചാൽ പോലും അല്ലേ, ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നതല്ല. ആ മയ്യത്ത് മരിച്ചാൽ പോലും ആ ശരീരത്തെ, ആ ബോഡിയെ ആദരിച്ചുകൊണ്ട് അതെങ്ങനെ കബറടക്കണം എന്ന് പോലും പഠിപ്പിക്കപ്പെട്ട മത ഇസ്ലാം. ജനിച്ചത് മുതൽ മരിക്കുന്നവരുടെ കർമ്മങ്ങൾ എമ്പാടുമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കർമ്മങ്ങൾ അതും പഠിപ്പിച്ചു.
ഈ ഇസ്ലാമിനെ വിട്ടിട്ട് ഒരാളുടെയും മതത്തിൻ്റെ ആചാരങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടി വരേണ്ടതില്ല. നമ്മൾ ഒരാളുടെ അടുത്തും ചേർക്കേണ്ടതില്ല. നമ്മൾ ഇത്തിരി ക്രിസ്ത്യാനോട് ചായണമെങ്കിൽ, ഹൈന്ദവരോട് ചായണമെങ്കിൽ, ജൂതരോട് ചായണമെങ്കിൽ ഇതിലെന്തെങ്കിലും പോരായ്മ വേണ്ടേ സഹോദരി സഹോദരങ്ങളെ? ഇതിലെല്ലാം തികഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാറും നമുക്ക് വേണ്ട, ഇത്ര ആഘോഷങ്ങളും നമ്മൾക്ക് വേണ്ട. അത് ഇസ്ലാമിനുള്ളിൽ തന്നെയാണെങ്കിൽ പോലും ഈ ബർത്ത്ഡേ പാർട്ടികൾ, കേക്ക് മുറിക്കൽ, ആ നിലക്കുള്ള വിവാഹ വാർഷിക ആഘോഷിക്കൽ അല്ലേ, ഇതിങ്ങനെ 60 വയസ്സായിട്ടും ഇവിടെ പിന്നെ നമ്മൾ പറയില്ലേ മരിക്കാനുണ്ട് ആയിട്ടുണ്ട്, എന്നാലും ആഘോഷിക്കുകയാണ് ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മക്കൾ കാണുന്നു, അത് സ്കൂൾ കാണുന്നു. ഓരോന്നും മറ്റ് സമുദായങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, നമ്മൾക്കൊരു ഉദാത്ത മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ച് ജീവിക്കുക. അല്ലാഹു തആല ആ മില്ലത്ത് ഇബ്രാഹീമിൽ മുത്ത് റസൂൽ കരീം പഠിപ്പിച്ച ആ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മുവഹിദീങ്ങൾ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.